കൂടുതലായിട്ട് സ്മോക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരില് ഈ മുടികൊഴിച്ചിൽ കൂടുതലാണ് എന്ന് പറയുന്നത്, അത് ശരിയാണോ? സ്മോക്കിംഗ് നിക്കോട്ടിൻ ബേസ് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇപ്പൊ ഞാന് അതിനെ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഞാൻ യൂഷ്വലി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഒരാൾ സ്മോക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഹീ ഈസ് ഗെറ്റിംഗ് മെന്റലി റിലാക്സ്ഡ്. മനസ്സിലാവും? ഭയങ്കര മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോഴാണ് അവര് പോയി സ്മോക്ക് ചെയ്യുക. അപ്പം ഇൻഡയറക്ട്ലി നോക്കുന്ന സമയത്ത് അവർക്ക് എന്താ ചെയ്യുന്നത്? റിലാക്സേഷൻ ആണ് കിട്ടുന്നത്. അപ്പം റിലാക്സേഷൻ കിട്ടുന്ന, അപ്പൊ കള്ളു കുടിക്കുന്ന ഒരാള് മീൻസ് ഇഫ് ദേ ഹാവ് സം മെന്റൽ ട്രോമ ദേ ഗോ ഫോർ ഡ്രിങ്കിങ്. പിന്നെയും അയാൾ ഏത് സ്റ്റേജിലേക്ക് തന്നെയാണ് വലിച്ചു കഴിഞ്ഞാൽ പിന്നെയും വരുന്നത് ആ പ്രശ്നത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ പ്രശ്നങ്ങളാണ് മാറ്റേണ്ടത്, അല്ല സ്മോക്ക് ചെയ്തു എന്ന് വിചാരിച്ച് മുടി പോവില്ല. ആ സ്മോക്ക് ചെയ്യാനുണ്ടായ കാരണങ്ങളില്ലേ, അല്ല ആ സ്മോക്ക് ചെയ്യാനോ കള്ളു കുടിക്കാനോ ഉണ്ടായ കാരണങ്ങളില്ലേ, ആ കാരണങ്ങളാ മാറ്റേണ്ടത്. അല്ലാതെ സ്മോക്ക് ചെയ്തെന്ന് വിചാരിച്ച് മുടി പോകണമെന്നില്ല. എന്തുകൊണ്ടായിരിക്കും അയാൾ സ്മോക്ക് ചെയ്തിട്ടുണ്ടാവുക? ഇതേ ഗെറ്റ് മെന്റലി ഫ്രസ്ട്രേറ്റഡ്. ആ മെന്റൽ ഫ്രസ്ട്രേഷന്റെ കാരണം റൂൾ ഔട്ട് ചെയ്ത് അതിലാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. എല്ലാവരും എന്താ അറിയോ, അവസാനം എന്താണോ വരുന്നത് അതിനാണ് പ്രശ്നം എന്നാണ് വിചാരിക്കുന്നത്. നിക്കോട്ടിൻ നമുക്കറിയാലോ, ഇഫ് അവര് കൂടുതൽ ഇതെടുക്കുമ്പോൾ ഇഫ് ദേ ഹാവ് സം റെസ്പിറേറ്ററി ഇഷ്യൂസ്, അതാ ഞാൻ പറഞ്ഞ ഫിസിക്കൽ ഓർ മെന്റൽ ചേഞ്ചസ് മേ എഫക്ട്. അങ്ങനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ താരണം മുടി കൊഴിച്ചിലൊക്കെ വരാം. പക്ഷെ ആരും നശിക്കാൻ വേണ്ടിയിട്ട് കള്ളു കുടിക്കുന്നുമില്ല, സിഗരറ്റ് വലിക്കുന്നില്ല. ഉണ്ടോ? ആര്? ഒന്നെങ്കിൽ അവർ രസത്തിന് വേണ്ടിയിട്ട് ഇതാക്കും, അല്ലെങ്കിൽ ഇഫ് ദേ ഹാവ് നോ if they are completely in mental frustration, they need some relief. അപ്പോഴാണ് ഈ ആൽക്കഹോളും അതേപോലെ തന്നെ സ്മോക്കിംഗ് ഒക്കെ ചെയ്യാം.